ഫസ്റ്റ് തന്നെ എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ, നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഇന്നലെ ഞാൻ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടിനി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ലീഗൽ അഡ്വൈസർ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഇറങ്ങി ആകെ വൈറലായി, മൊത്തത്തിൽ ഇതായി പ്രശ്നമായി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, ആ വീഡിയോ ഞാൻ ഇട്ടത് ഇന്ത്യയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ത്യയിൽ തെറ്റാണ്, എൻ്റെ തെറ്റാണ്. ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അപ്പത്തെ എന്തോ ഒരു ആവേശത്തിൽ എന്തോ നമ്മളിപ്പോൾ വണ്ടി ഇടിച്ചാൽ എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്നറിയില്ല. അതേമാതിരി എങ്ങനെ ഞാൻ സാധാരണ വീഡിയോ ചെയ്യണാണ്, പക്ഷെ അപ്പം എങ്ങനെ എന്താ ഞാൻ പറഞ്ഞതെന്ന് എനിക്കൊരു ഇതുമില്ല, അറിയാതെ പറ്റിപ്പോയി. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എൻ്റെ കിളി പോയി സാറേ. കിളി പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ, അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരിത്. അപ്പം അതിന് ഞാൻ എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ കേസ് കൊടുത്ത്, ഒരുപാട് ആൾക്കാർ മറ്റേ ഡൽഹി പോലീസിനെ മെൻഷൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാണും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കേരളക്കാരല്ലടാ, ഒരു തെറ്റ് പറ്റിപ്പോയാൽ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? ഒരു തെറ്റല്ലേ. ഞാൻ എന്തെങ്കിലും ഞാൻ മതകീയമായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യലുണ്ട്, രാഷ്ട്രീയമായിട്ട് ഞാൻ ആരെയും കളിയാക്കലില്ല. ഞാൻ എൻ്റെ വ്ളോഗ് ഇടലുണ്ട്, പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഓരോ റിയാക്ട് ചെയ്യലുണ്ട്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യലുള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ തെറ്റാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് പറയണത്. മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മാപ്പ് പറയണത്. സോഷ്യൽ മീഡിയയിൽ ചെയ്തൊരു തെറ്റാണ്, അത് ഞാൻ തിരുത്തി ഡിലീറ്റ് ചെയ്തിന് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ. പക്ഷെ അത് സ്പ്രെഡായി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ സോറി പറയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ പേര് ഓക്കെ അനാഷ് എന്നാണ്, എൻ്റെ ശരിക്കത്തെ പേര് മുഹമ്മദ് അനസ് എന്നാണ്. ഞാൻ ആ പേര് പോലും ഞാൻ ഇതിലിടല്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ എന്നുള്ള എല്ലാവരും കാണുന്നതാണ്. കുറെ ആൾക്കാർ രാജ്യദ്രോഹി, തീവ്രവാദി, സുഡാപ്പി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതൊക്കെ പാടെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മളെ മാനസിക നല്ല തെറ്റുണ്ടടാ. അങ്ങനെയൊക്കെ വഴിയില്ല. നമ്മള് മെന്റലി ഇനി എന്താ ചെയ്യാ, അങ്ങനെ മേലക്ക് ആലോചിക്കുക. കാരണം എന്താ വെച്ചാല് ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ മുഴുവൻ മെസ്സേജ് അയക്കുക, കോള്. ഇന്നിപ്പോ 1000 കോള് വന്നതീക്ക്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഓലൊക്കെ വിളിക്കുന്നതാണ് തീവ്രവാദി, സുഡാപ്പി, അങ്ങനെ. അപ്പൊ നമ്മളെ മൈൻഡ് ഇങ്ങനെ മാറുക. ഇനിയിപ്പോ മരിച്ചാലോ, അങ്ങനത്തെ ഒക്കെ തോട്ട് വരും നമ്മളെ മൈൻഡിക്ക്. അപ്പം ദയവേത് അങ്ങനല്ല. ഞാനെന്താ വെച്ചാല് സോറി പറയാണ്. കാരണം തെറ്റ് പറ്റിപ്പോയി. മാഡം, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. നമ്മള് കേരളക്കാരല്ലടാ, നമുക്ക് ക്ഷമിച്ചൂടെ? നമ്മള് എന്താണ് ചിലപ്പോ ഇതിൽ എനിക്കൊരു പാർട്ടിയും ഇല്ല. നമ്മള് UDF, LDF, ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഏതെങ്കിലും പാർട്ടിനെ കുറ്റം പറയണേ, എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാന്നല്ലാതെ ഞാൻ അങ്ങനത്തെ ഒരു ഇതല്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നും ഇത് വെക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ നാഷണൽ വള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ്.